ഹലോ ഗൈസ്, നമ്മുടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കമ്പനിയുടെ ഭാഗമായിട്ട് ഒരു പ്രൊമോ വീഡിയോ ഷൂട്ട് ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ. 11:30 എത്താൻ പറഞ്ഞിട്ട് ഞാനിവിടെ കൃത്യം സമയത്ത് എത്തിയിട്ടുണ്ടായിരുന്നു. ഈ കാണുന്ന ലേഡീസ് ഹോസ്റ്റലിൻ്റെ പ്രൊമോ ആണ് നമുക്ക് ചെയ്യേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഈ കാണുന്ന സാർമാരെ നോക്കിയാണ് ഞാൻ പോസ്റ്റ് ആയിട്ടുണ്ടായിരുന്നത്. കാര്യം ഇവരെയൊക്കെ എൻ്റെ കോളേജ് കാലം തൊട്ട് അറിയാവുന്നതുകൊണ്ട് തന്നെ എനിക്ക് നല്ല ധാരണ ഉണ്ടായിരുന്നു ഇവരാരും കൃത്യസമയത്ത് എത്തില്ല എന്ന്. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ആങ്ങി തൂങ്ങി വന്നിട്ട് ഞാൻ 11:40 എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവർ വന്ന് പെട്ടെന്ന് നമ്മൾ പണി തുടങ്ങിയിട്ടോ. അത് പറഞ്ഞപ്പോഴാണ് ഈ കാണുന്ന പുള്ളി ഇൻവെർട്ടറാണേ, അതുകൊണ്ടാണ് ഫേസ് കാണിക്കാത്തത്. അത് കഴിഞ്ഞുള്ള അടുത്ത പണിയെന്ന് വെച്ചാൽ സ്ക്രിപ്റ്റ് തിരുത്തലായിരുന്നു കേട്ടോ. അത് ഒന്നേന്ന് തൊട്ട് എഴുതി തുടങ്ങേണ്ടി വന്നു. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ തന്നെ ഏതാണ്ട് 1 മണിയായി. പിന്നെ ഒന്നും നോക്കിയില്ല, നമ്മൾ ഷൂട്ട് വേഗം സ്റ്റാർട്ട് ചെയ്തു. വേറൊരു റീസൺ എന്താണെന്ന് വെച്ചാൽ തൊട്ടടുത്തൊക്കെ കൺസ്ട്രക്ഷൻ നടക്കുന്നതുകൊണ്ട് നമ്മൾ മാക്സിമം സൗണ്ടൊന്നും കേൾക്കാതെ ഷൂട്ട് ചെയ്തെടുക്കാനുള്ള ശ്രമമായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞൊരു 3 മണിയൊക്കെ ആകാറായപ്പോഴാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ പോയിട്ടുണ്ടായിരുന്നത്. ക്രിസ്മസിൻ്റെ പിറ്റേ ദിവസം ആയതുകൊണ്ട് തന്നെ ഹോട്ടൽസ് ഒന്നും അങ്ങനെ ഓപ്പൺ ആയിരുന്നില്ല. പിന്നെ നോക്കി ചെന്ന കടയിലാണെങ്കിൽ ബിരിയാണി ക്വാണ്ടിറ്റി വൈസ് കുറച്ച് ഷോക്കായിരുന്നു കേട്ടോ. ഇവർക്ക് ഒന്നും ആയിട്ടുണ്ടായിരുന്നില്ല. ബട്ട് എനിക്ക് ഓക്കെ ആയിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഇത്ര നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടൊക്കെ മൊത്തം ഫുഡും കഴിക്കുന്നത്. അല്ലെങ്കിൽ ഇവരൊക്കെ തന്നെ കൂടുള്ളവരൊക്കെ തന്നെയാണ് കഴിച്ച് തീർക്കാറ്. അങ്ങനെ ക്വാണ്ടിറ്റി പ്രശ്നം സംസാരിച്ചിരിക്കുമ്പോഴാണ് അഭിഞ്ചേൻ്റെ പ്ലേറ്റിൽ ബിരിയാണിയുടെ 1/2 കിലോ ഒരു പട്ടയുടെ തടിയായിരുന്നു എന്നുള്ള നഗ്ന സത്യം ഞങ്ങൾ തിരിച്ചറിഞ്ഞത്. അങ്ങനെ ഇന്ന് ഇവരുടെ കൂടെ ഫുഡ് കഴിക്കാൻ പോയപ്പോഴാണ് കേട്ടോ ഒരു പുതിയ കോമ്പിനേഷനെ കുറിച്ച് ഞാൻ അറിഞ്ഞത്. മന്തിക്ക് പെപ്സി പോലെയാണ് ബിരിയാണിക്ക് ജീരക സോഡ എന്നാണ് ഇവർ പറയണത്. അങ്ങനെ തിരിച്ചെത്തി നമ്മൾ വീണ്ടും പണിയൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതിനുള്ള അറേഞ്ച്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ ചെയ്തു തരാനായിട്ട് അവിടുത്തെ ഹോസ്റ്റലിൻ്റെ വാർഡനായിട്ട് തന്നെ നിൽക്കുന്ന ഒരു ചേച്ചി ഉണ്ടായിരുന്നു കേട്ടോ നമ്മുടെ കൂടെ. അങ്ങനെ ഷൂട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ പിന്നെ എൻ്റെ വീട്ടിലെ കാര്യങ്ങൾക്ക് വേണ്ടി പോയിട്ടുണ്ടായിരുന്നത്. നമ്മൾ വീട്ടിലേക്ക് മുട്ട ബൾക്കായിട്ടാട്ടോ വാങ്ങാറ്. അങ്ങനെ ഹോൾസെയിൽ റേറ്റിലാണ് നമ്മൾ ഹോൾസെയിലായിട്ട് എടുക്കുന്നത്. അത് കഴിഞ്ഞ് വീട്ടിൽ അത് പൊട്ടാതെ എത്തിച്ചിട്ട് നേരെ പോയത് റേഷൻ കടയിലിട്ടായിരുന്നു. നമുക്ക് ഈ മാസത്തെ റേഷൻ ഈ 31 കൂടി തീരുമല്ലോ, അതുകൊണ്ട് അത് വാങ്ങാനുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ വീട്ടിൽ കിണർ വെള്ളമാണ്, ബട്ട് കുടിക്കാനായിട്ട് നമ്മൾ പൈപ്പ് വെള്ളം എടുത്ത് വെക്കാറുണ്ട് കേട്ടോ. അങ്ങനെ അതെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പോകണം. അങ്ങനെ നമ്മൾ വണ്ടിക്ക് കുപ്പിയും കന്നാസും ഒക്കെ ആയിട്ടാണ് പോവാറ്. അങ്ങനെ അതെടുത്ത് വന്ന് നിൽക്കുമ്പോൾ അതേ പൂച്ചസാറുണ്ട് കേട്ടോ ഇവിടെ. പുള്ളി എപ്പോഴും വീടിൻ്റെ ഉമ്മറത്ത് തന്നെ ഇങ്ങനെ ഉണ്ടാവും കേട്ടോ. ആര് വന്നാലും കരഞ്ഞ് നമ്മളോട് ഇങ്ങനെ അറിയിക്കും. അതുകൊണ്ട് ഞാൻ പറയുന്നത് വീട്ടിൽ പട്ടി വേണ്ട, കുട്ട് മതി എന്നാണ് പറയാറ്. അങ്ങനെ അത് കഴിഞ്ഞപ്പോഴാണ് കേട്ടോ എൻ്റെ ട്യൂഷൻ സ്റ്റുഡൻ്റ് ആയിട്ടുണ്ടായിരുന്ന മിഗു ക്രിസ്മസിന് നമുക്ക് കേക്കും വൈനും ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു. അത് എൻ്റെ ആശ്വാസത്തിനായി എത്തിയത്. എനിക്ക് ക്യാരറ്റ് കേക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ അതും കഴിച്ച് പിന്നെ വൈനും കുടിച്ച് അങ്ങ് വിശ്രമത്തിലോട്ട് പോയി ഞാനങ്ങ്.